ആദില ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ്. ആദില, വെൽക്കം ടു ലൈൻ. താങ്ക് യു. നിൽക്കുന്നത് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകിക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ലവ് സ്റ്റോറിയെ പറ്റി എന്താ അഭിപ്രായം? അവിടെ ആരുടെ ലവ് സ്റ്റോറി? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അവിടെ ആരുടെ ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു? ആസ് ഞങ്ങൾ ആരും കാണാത്ത പോലെ. മഹാനടാ മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേല്ലേ. നിങ്ങളായിരിക്കും കാണാതിരിക്കുന്നത്. ഇവിടെ 1072 ക്യാമറ ഉണ്ട്. പ്രപ്പോസൽ സീനിനെ പറ്റി എന്താ? അനീഷേട്ടന്റെ അനീഷേട്ടന്റെ അനുമോളുടെയും അത് അനീഷേട്ടൻ ഒരു സമയത്ത് ഒന്നായിരുന്നു, പിന്നീട് ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ട് വന്നപ്പോ ആളെ പിടികിട്ടുന്നില്ല. ഞാൻ ഒന്ന് ഷോക്കായി പോയിരുന്നു, കാരണം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. പുള്ളി ഞാൻ കേട്ടു, ഒറ്റയടിക്ക് പറഞ്ഞു വെറുതെ ഇരിക്കും. പിന്നെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു, പിന്നെ നമുക്ക് കുറെ പ്രാങ്ക് ഒക്കെ വയറിറച്ച് കിട്ടിയതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവളിത് പിന്നെ പറഞ്ഞപ്പോ വിശ്വസിച്ച്. എന്നിട്ട് പിന്നെ പുള്ളിയുടെ നോക്കിയപ്പോ പുള്ളി അത് മൂഡ് ഓഫ് ഒക്കെ ആയി. മനസ്സിലായത് സീരിയസ് ആണ് സംഗതി എന്ന്. മനസ്സിലാക്കി കളഞ്ഞല്ല. പക്ഷെ അത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് സ്റ്റിൽ അറിയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഫ്ലോട്ട് ആവുന്നതാണോ അതോ വർക്കൗട്ട് ആവില്ലായിരുന്നു? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ആവില്ലായിരുന്നു? ഇല്ല ആവില്ലായിരുന്നു. അതെന്താ തനിക്കിപ്പൊ അങ്ങനെ തോന്നാൻ? നമ്മൾ ഒന്നും കൂടെ കുറച്ചുകൂടെ ക്യൂട്ട്നെസ് ഇട്ടിരുന്നെങ്കിൽ മേ ബി ആയനായിരുന്നു. ആണോ? പക്ഷെ അവൾക്ക് ചിലപ്പോ അത്ര മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല എന്നെ ഇട്ടൊന്നുമില്ല. അത് ആവില്ലായിരുന്നു. ഒരു ക്യൂട്ട്നെസിന്റെ കനക്കുറവ് കൊണ്ട് പോയതാണത് ആയിരിക്കും. മനുഷ്യത അരുത് കാട്ടാളാ. എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്.